മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുകയും നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇൻഡിവിജ്വൽ വ്യക്തികളെ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ആ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും അതുപോലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഇന്നു മുതൽ അതിന് തയ്യാറാവണം. നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ഇത് റിയലി സംഭവിച്ച കാര്യമാണ് കേട്ടോ. ഈ ഒരു ഡോക്ടറെ കാണാൻ പോവുക. ഡോക്ടറാണെങ്കിൽ നല്ല പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. രോഗികളെ പരിശോധിക്കുന്നിടയിൽ ഈ വൃദ്ധനും കൂടി വന്നു ഇരുന്നു. വൃദ്ധൻ്റെ അസുഖങ്ങളൊക്കെ ചോദിച്ചു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടർ ആൾക്കൊരു ഫയലെടുത്ത് എഴുതുകയാണ്. എഴുതുമ്പോൾ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 4 മക്കളുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആളിങ്ങനെ ഒന്നൊന്നായി വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്ര മക്കളുണ്ട്, ഇന്നയാളുടെ കല്യാണം കഴിഞ്ഞു, ഇന്നയാൾ വീട് വെക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഡോക്ടർ ഫയലിലെല്ലാം എഴുതി മരുന്നൊക്കെ കൊടുത്തു. ആൾ പോയി. എന്നിട്ട് പറഞ്ഞു, പോകുന്നതിന് മുന്നേ ആളോട് പറഞ്ഞു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞു. ആൾ വന്നു, തിരിച്ചു വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് ആളുടെ മക്കളുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മക്കൾക്ക് എന്ത് സംഭവിച്ചു, അവരുടെ വീട് പണി എന്തായി, വിവാഹം കഴിഞ്ഞത് എന്തായി, അവരിവിടെയാണോ. അപ്പോൾ ഈ വൃദ്ധൻ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും തിരക്കുള്ള ഒരു ഡോക്ടറെ എങ്ങനെയാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഓർമ്മിച്ച് വെക്കുന്നത്? അപ്പോൾ ഈ രോഗിക്ക് മരുന്നിനേക്കാൾ കൂടുതൽ അയാൾക്ക് കൊടുത്ത പ്രയോറിറ്റി അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു ഓർമ്മ വെച്ചു എന്നുള്ള ഒരു സന്തോഷം ഈ വൃദ്ധന് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. അതുമാത്രമല്ല, ഈ വൃദ്ധൻ പോയതിന് ശേഷം ഡോക്ടറോട് അടുത്ത് നിൽക്കുന്ന നഴ്സ് ചോദിച്ചു, എങ്ങനെയാണ് ഡോക്ടർക്ക് ഇതൊക്കെ അറിയുന്നത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഈ എഴുതിയിട്ടുള്ള ഫയൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഇയാളുടെ മക്കളുടെ കാര്യങ്ങളെല്ലാമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പ്രിസ്ക്രിപ്ഷനിൽ മരുന്നുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ ഫയലിൽ ഞാൻ ഈ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് ആ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കണം കാട്ടിയും അയാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ രോഗശമനായാലും മനസ്സിന് സ്നേഹവും സമാധാനവും ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളായാലും നമ്മൾ നിരന്തരം ഇടപഴകുന്ന ആളുകളായാലും അവരോടൊക്കെ അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് മനസ്സമാധാനവും സന്തോഷവും വരുന്ന രീതിയിൽ നമ്മളുടെ പെരുമാറ്റവും കാര്യങ്ങളും കൊണ്ടു നടത്താൻ നമ്മൾ ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. താങ്ക് യു വെരി മച്ച്.